ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ചേട്ടനും അനിയനും ഭയങ്കര ഒരു സ്നേഹപ്രകടനമാണ്. അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞായറാഴ്ച ദിവസം കുറച്ച് സമയത്തെ മാത്രമേ ഉള്ളൂ, ഉച്ച വരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ചായക്കൊക്കെ വെച്ച് ചായയൊക്കെ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടികളെന്ന് വിചാരിച്ചു. അമ്മയും എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ച് സെറ്റ് ചെയ്തൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടികളെല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. ഞാൻ വെറുതെയാണ് ഇതൊക്കെ വിരിച്ചിടണം. കുറച്ച് കഴിയുമ്പോൾ അവർ കയറി ചാടി മറിഞ്ഞ് അതെല്ലാം കുളമാക്കും. എന്നാലും രാവിലെ ഒന്ന് വിരിച്ചിട്ടാൽ അതൊരു സമാധാനം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എല്ലാം വിരിച്ച് സെറ്റ് ചെയ്ത് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഇനി അടുത്ത ചായയൊക്കെ കുടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ കഴിഞ്ഞിട്ട് കുളിക്കാം. അങ്ങനെ അതുമൊക്കെ ഒന്ന് കഴുകി വെച്ച് അപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരയണം. അത് ഉറങ്ങി എണീറ്റ് അവൻ്റെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കരച്ചിൽ. അപ്പോൾ സംഭവം വീഡിയോ അമ്മയാണ് എനിക്ക് എടുത്തു തരണം. അപ്പോൾ അമ്മയും എടുക്കുന്നില്ല. അമ്മ എടുക്കണം, ഒന്നെങ്കിൽ ഞാൻ എടുക്കണം അല്ലെങ്കിൽ അമ്മ എടുക്കണം. ഇപ്പോൾ ആരും എടുക്കണില്ല. ഞാൻ ഇനി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പരിപാടികൾ നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ച് ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇവിടെയാണെങ്കിൽ നല്ല മഴയായതുകൊണ്ട് ഞായറാഴ്ച മാത്രമാണ് മഴയില്ലായിരുന്നു. ശനിയാഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ കുറച്ചധികം തുണികളായി. അപ്പോൾ 2 സ്റ്റെപ്പൊക്കെ മെഷീനിലിട്ടാലേ അത് കഴുകിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് മെഷീനിൽ ഇട്ടിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ രാവിലെ കുളിച്ചാലേ ഒരു ഉന്മേഷം കിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു മടിയായിരിക്കും. എനിക്കൊന്നാമത് വൈകിട്ടത്തെ കുളി എനിക്ക് സെറ്റാവില്ല. എനിക്ക് രാവിലെ കുളിയണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുളിയണം. അപ്പോൾ എന്തായാലും പോയി രാവിലെ കുളിച്ചാൽ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒരു എനർജി ആയിരിക്കില്ല. ഇങ്ങനെ തോന്നി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസങ്ങളിൽ അമ്പലത്തിൽ പോവും. ഇവിടെ അടുത്ത അമ്പലമുണ്ട്, ചിലപ്പോൾ പോവും, ചില ദിവസം പോകാറില്ല. എന്നാലും ഞാൻ രാവിലെ കുളിക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉപ്പുമാവാണ്. അതിനുള്ള തേങ്ങയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപ്പുമാവും ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ അവർക്കൊക്കെ ചേട്ടനൊക്കെ ആണെങ്കിൽ ഉപ്പുമാവിന് കറി വേണം. നമുക്ക് കറിയൊന്നും വേണ്ട, പഞ്ചസാര ഇട്ടാലും കഴിക്കും. അവർക്കറിയാം. അപ്പോൾ എന്നാൽ അവരാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മാത്രം ആയതുകൊണ്ട് പഞ്ചസാര ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഉപ്പുമാവും പഞ്ചസാരയാണ് രാവിലെ. ഇന്നെല്ലാം ഞായറാഴ്ച ആണെങ്കിലും വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. എല്ലാം സിമ്പിളായിരുന്നു. അങ്ങനെ രാവിലെ ഉപ്പുമാവും അതും ഒന്ന്. അപ്പോൾ പിള്ളേർക്ക് ഞാൻ അതിൽ ഉപ്പുണ്ടോ നോക്കിയതാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉപ്പുമാവ് ഇത് സെറ്റാവാറില്ല. ഞാൻ ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോകും. ഇത് ശകലം ഒന്ന് വെള്ളം കൂടിയെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റ് ചെയ്തു. അപ്പോൾ അവരും കഴിച്ചോളുമല്ലോ. അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ട് അമ്മ അവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ അമ്മ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് അവരെ പുറകെ നടന്ന് ഫുഡ് കൊടുക്കേണ്ട കാര്യം ഇല്ല. അമ്മ അങ്ങ് വാരി കൊടുത്തോളും. അങ്ങനെ അവരിപ്പോൾ കിച്ചുവിന് ഇങ്ങനെ ബോളാക്കി വെക്കി അവ എടുത്ത് കഴിച്ചോളാം എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും അമ്മ ഫുഡൊക്കെ കൊടുത്തിട്ട് അമ്മയും കഴിക്കാനിരുന്ന് ഞാനും കഴിക്കാനിരുന്നു. ഉപ്പുമാവ് പഞ്ചസാര ചായ ഇതായിരുന്നു ഞങ്ങളെ രാവിലത്തെ ആഹാരം. അതിനിടയ്ക്ക് കിച്ചു വന്നിട്ട് എന്തോ ചാനൽ മാറ്റി കൊടുക്കാനാണ് പറയണം. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലേ. കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാടി മറിയൽ. ഇനി ഇങ്ങനെ കിടന്ന് മറിഞ്ഞ് തലയിൽ കൂടെ ഷീറ്റൊക്കെ വാരിയിട്ട് ഒക്കെ ഒരു കളിയുണ്ട്. അപ്പോൾ ഇവരടുത്ത് ഉറങ്ങാനോ അല്ലെങ്കിൽ അടുത്ത് ഇവർ താഴെ ഇറങ്ങി നിന്ന് കളിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഈ ഷീറ്റ് മടക്കിയിടലാണ് വീണ്ടും ചോദിക്കും. അങ്ങനെ ഇപ്പം രണ്ടുപേരും കൂടെ നല്ല കളിയാണ്. കുറേ നേരം നിന്ന് കളിക്കും, കുറേ നേരം താഴെ നിന്ന് കളിക്കും, കുറേ നേരം എനിക്കാണെങ്കിൽ കട്ടിലിൽ കിടന്ന് ചാടണ പോലെ കലിയാകുന്നില്ല, പക്ഷെ അവ അതേ ചെയ്യും. അങ്ങനെ അവരവിടെ ഇരുന്ന് കളിക്കുകയാണ്. അവരവിടെ ഇരുന്ന് കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേറെ എന്തോ ചെയ്യാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ എനിക്ക് ഇച്ചിരി രാവിലത്തെ കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി തന്നു. അത് കഴിഞ്ഞ് ഉച്ചത്തേക്ക് ചോറിന് അരി അടുപ്പിയിട്ടു. ഇത് തീയൽ വെക്കാനായിട്ടാണ്. പിന്നെ ഉച്ചയ്ക്ക് തീയലും സലാഡും അങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ടുള്ള കറികളായിരുന്നു.
അപ്പോൾ അതിൽ തീയലിനെല്ലാം തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വളരെ തീയലുമായി, ഇനി ചോറ് കഴിക്കാം. അങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.